ആ വെള്ളത്തിൽ കുത്തി കഴുകാനായിട്ട് കൊമ്പ്. ഒന്നൊന്നര കൊമ്പോട്ടാ. ഏഷ്യയിൽ ഏറ്റവും ഭാരം കൂടിയ ആന ഗുരുവായൂർ നന്ദൻ. ഫിറ്റിംഗ് കൊമ്പുള്ള ആകെ ഒരുത്തനെ ഉള്ളൂ, അത് തന്നെയാണ് ഗുരുവായൂരിൽ. ഓ മോനെ കൊമ്പ വെച്ചപ്പോ അവന്റെ രൂപം അങ്ങോട്ട് മാറിയില്ലേ. ഒരു എലിഫന്റ് എൻസൈക്ലോപീഡിയ ആണ് കേട്ടോ നമ്മുടെ കൂടെ നടക്കുന്നത്. ഗൈസ് നൗ വി ആർ ഇൻ തൃശ്ശൂർ ആനക്കോട്ട. ചെറിയൊരു വ്ളോഗാണ്, ചുമ്മാ നമുക്ക് ആനകളൊക്കെ ഒന്ന് കണ്ടിട്ട് വീഡിയോയില് എന്താ പറയാ ആനകളൊക്കെ കാണാം. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് രാമൻ ഫ്രം പാലക്കാട്. ഇവൻ ലേശം പെശകാണ്, പട്ടെടുത്ത് എറിയുന്ന പറയണ. ആനക്കുള്ള ഫുഡ് എത്തി. ചേട്ടൻ വൈബ ഏതാ? അതാണോ? അതാണ് ഇന്ദ്രസൻ. ഇവനറിയട്ടോ, ഇവനൊരു ആനഭ്രാന്തനാണ്. എനിക്ക് ഇതിന്റെ വലിയ പിടിയൊന്നുമില്ല. അവിടെ രണ്ട് കാണണ്ടോ? അതെ, അവിടെ ഒരു ആന, ഇവിടെ ഒരു ആന ഇപ്പുറത്തുണ്ടേ. നോ എൻട്രി ആണ്. അവിടെ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള ആനകളാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, മതപ്പാടൊക്കെ ഉള്ള ആനകളാണ്. അതാണ് അവിടെ നോ എൻട്രി. നല്ല മഴയാണ് ഇവിടെ, നല്ല മഴയായിരുന്നു. ഇപ്പോഴൊന്ന് കുറച്ചൊന്ന് ചെറുതായിട്ട് നിന്നുണ്ട്, എന്നാലും തുള്ളി വീഴുണ്ട്. യവനേതാ? യവളല്ലേ? കോട്ടയം പരിപാടിക്കോ ഒന്നിനും പുറത്തിറങ്ങാത്ത കുറെ ആനകളുണ്ട്. എന്താ സീനാവൂലേ? സ്വഭാവം സീനായതുകൊണ്ട് ഇവൻ ഉത്സവത്തിന്റെ കംപ്ലീറ്റ് ചിട്ടകൾ അറിയാം. പാപ്പാനില്ലെങ്കിലും എടുക്കുന്ന ആന. ഗൈസ്, ഈ തുള്ളി നിൽക്കണ ഇവനില്ലേ, ഇവനാണ് ബൽറാം. ഇവന്റെ സ്പെഷ്യാലിറ്റി, ഇവന് ഉത്സവത്തിനായാലും എന്ത് പരിപാടിക്കായാലും ഇവന് പാപ്പാനില്ലെങ്കിലും, അതെ, അതായത് ആ ആനയ്ക്ക് ഗുരുവായൂരത്തെ ചിട്ടകളൊക്കെ അറിയുന്ന ഒരു ആനയാണ് അത്. പാപ്പാനില്ലെങ്കിലും ആ ആനേനെ കൊണ്ട് നിർത്തി ആന എല്ലാം ചിട്ടകളനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. മതപ്പാട് കാണിച്ചു തരാം. ഇതേ കണ്ടോ, ആ കണ്ണിൻ്റെ സൈഡിലൊരു ഇത് കണ്ടോ, ഒരു വെള്ളം പോലെ, അതാണ് മതപ്പാട്. എനിക്ക് സീനാണ് ഇവിടെ നിന്ന്. അതവനെ ഇളകി നിൽക്കണം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ആനകൾക്കും ഓരോ സ്വഭാവമാണ്. ഓരോ ആനയ്ക്കും അതിൻ്റേതായ സ്വഭാവങ്ങൾ, അവരുടേതായ കുറേ വ്യത്യാസങ്ങളൊക്കെയാണ് ഓരോ ആനകൾക്ക്. നല്ല രസമാണ് ഇങ്ങനെ കഥകൾ കേട്ടിട്ട് ഇങ്ങനെ നടക്കാൻ. ആരെങ്കിലും ഇതുപോലെ വേണം കേട്ടോ, ആനകളെ പറ്റി അറിയണവർ കൂടെ, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്ക് സാധാരണ ആൾക്കാർക്ക് കാണുമ്പോൾ എല്ലാ ആനയും ഒരേപോലെ നമുക്ക് തോന്നും, പക്ഷേ ഓരോ ആനയുടെ പിന്നിലും ഓരോ ആനയ്ക്കും ഓരോ കഥകളുണ്ട്, ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഈ ആന കൊല്ലങ്കോടുള്ള ആനയാണ്, അത് ഒറ്റക്കൊമ്പനാണ് ഈ ആന. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഒരു 3-4 ആനകളെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി റെഡിയാക്കുന്നുണ്ട്. അത് എന്തിനറിയോ? ഗുരുവായൂർ വൈകുന്നേരം ശിവേലിക്ക് കൊണ്ടുപോകാനാണ് ഈ ആനകളൊക്കെ കുളിപ്പിച്ച് നല്ല റെഡിയാക്കി നിർത്തണേ. ഇവിടുത്തെ എല്ലാ ആനകളെയും നമുക്ക് കാണിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ 64 ആനയോ ഉള്ള, ഇപ്പോൾ ഇവിടെ 64 ആനയുണ്ട്. അപ്പോൾ എല്ലാ ആനകളെ കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല. അത് ഈ ആനയ്ക്ക്, സിദ്ധാർത്ഥനാനയ്ക്ക് ആദ്യം ഈ മടക്കാൻ അറിയില്ല. ആറന്മുള മോഹൻദാസ് ചേട്ടനുള്ള സമയത്ത് ഇതിന് ശർക്കര കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. ഇതിനെ ഉത്സവത്തിന് കൊണ്ടുപോകുമ്പോൾ നാട്ടിൽ ശർക്കര ആക്കുന്നു. ആ കഥ യൂട്യൂബിലുണ്ട്. ശർക്കര ആക്കിയിട്ട് ആന ഇരുത്തി തടമ്പ് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ കുറെ ഇതല്ലേ ഏറ്റവും ഭാരം കൂടിയ ആനയാണ് അത്. ഏഷ്യയിൽ ഏറ്റവും ഭാരം കൂടിയ ആന ഗുരുവായൂർ നന്ദൻ. ഒരു എലിഫന്റ് എൻസൈക്ലോപീഡിയ ആണ് കേട്ടോ നമ്മുടെ കൂടെ നടക്കുന്നത്. യാ അബ്സല്യൂട്ട്ലി. ശരിക്കും ഇവൻ ശരിക്കൊരു നമ്മൾ ആനഭ്രാന്ത് എന്ന് പറയില്ലേ, ശരിക്കും അവനുണ്ട്. ഫുഡും കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെക്കും. ഇവിടെ അതിൻ്റെ പാപ്പാന്മാർ വരുമ്പോൾ എടുത്തിട്ട് പോകും. ആനക്കൂട്, അതായത് അവൻ പറഞ്ഞത് രാവിലെ ആനകൾക്ക് കൊടുക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്, അതൊക്കെ സെറ്റാക്കിയിട്ട് ഒരു ഡയറ്റ് പോലെ അവർക്കും വേണമല്ലോ ഫുഡ്,
അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ അത്ര വെക്കുക. ഇതിൻ്റെ ഉള്ളിലെ വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് ആ വലിയ വീട് പോലെ കണ്ടില്ലേ അത്. ഇത് ആക്ച്വലി പണ്ടത്തെ ഇല്ലായിരുന്നു ഇവിടുത്തെ. ഇതിൻ്റെ ശരിക്കുള്ള കഥ എനിക്ക് അറിഞ്ഞൂടാ. ഇല്ലാണ് ഇവിടുത്തെ. ഇവിടെ നിന്നാണ് ഗുരുവായൂർ കേശവനൊക്കെ ഇവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് അല്ലേ. മറ്റേ കാര്യം എന്താ നീ നേരത്തെ പറഞ്ഞത്, മനയില്ലാന്നോ? അതായത് ഗുരുവായൂർ കേശവൻ ഫിലിം ഷൂട്ട് ചെയ്തത് ഇവിടുന്ന്. ആ പിന്നെ ഈ ആനക്കൂട് പല ആനകളെയും നിർത്തിയിട്ടുള്ള ആനക്കൂടാണ് ഇത്. ഈ കൂട്, ദിസ് ഈസ് ദ കൂട്. ഓക്കെ, നോട്ട് പട്ടിക്കൂട്, ദിസ് ഈസ് ആനക്കൂട്. ദ ബിഗ്ഗസ്റ്റ് കൂട് വി വിൽ എവർ സീ. കയ്യിൽ തെറ്റിപ്പോണ എല്ലാ ആനകളും അതിനകത്ത് ഇടുന്നു, മരിക്കുന്നു. അങ്ങനെ അതായത് കയ്യിൽ നിന്ന് ഈ എന്താ പറയുക, അനുസരണയില്ലാത്ത കുട്ടികളില്ലേ, അനുസരണയില്ലാത്ത ആനകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മെരുക്കി അനുസരണം പഠിപ്പിക്കും. ഇതിൻ്റെ കൊമ്പ് നോക്കി, ഒന്നൊന്നര കൊമ്പാട്ടോ. ആനയ്ക്ക് മതപ്പാട് വരുന്ന സമയത്ത് അത്ര ആനേൻ്റെ ഭംഗി കൂടുക, കൊമ്പ് വളരുക. അതിൻ്റെ മൊത്തത്തിൽ പിടിയാനകൾക്ക് അല്പം ചെറുക്കിന് മാത്രം മതപ്പാടുണ്ടാവും. അല്ലെങ്കിൽ ഇത് കോള് എന്ന് പറയും, ഇടയ്ക്കിടയ്ക്ക് വെക്കുന്നുണ്ടാവും. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ചുറ്റി നമ്മളിങ്ങനെ കണ്ടു എന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ആനകളുണ്ടാവും. അവരുടെ അടുത്തേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ ഒരു ആന, അതിൻ്റെ അപ്പുറത്തുണ്ട് വേറെ ആന. മണ്ണ് കയറി അവനത് കഴുകിയതാ. ഓ നൈസ്. അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് കാലിൻ്റെ അവിടെ വെള്ളം ഉണ്ട്, അതെടുത്ത് കഴുകിയതാ. കൊമ്പില് മണ്ണ് കയറിയപ്പോ നിലത്തുനിന്ന് വെള്ളം എടുത്തിട്ട് നമ്മുടെ മോണല്ലേ അതുപോലെ കൊമ്പിൻ്റെ ഇതിൽ പിന്നെ എടുത്ത് കഴുകുന്നത്. ഏതാ വെള്ളത്തോണ്ട് എടുത്ത് കഴുകണതാ. നോക്ക്, ആ വെള്ളത്തിൽ കുത്തി കഴുകാനായിട്ട് കൊമ്പ്. ഈ പല്ലൊക്കെ എൻ്റെ അമ്മ എന്തൊക്കെ കാണിക്കണേ. അവരിപ്പോൾ കൊമ്പൊക്കെ കഴുകി ആനൻ്റെ, അത് ഫിറ്റ് ചെയ്യണ കൊമ്പാ. നമ്മുടെ പല്ലൊക്കെ ഫിക്സ് ചെയ്യില്ലേ അതുപോലെ തന്നെ. അപ്പോൾ അത് കഴുകി, കൊമ്പൊക്കെ കഴുകി മിനുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫിക്സ് ചെയ്യും ആനയ്ക്ക്. ഗുരുവായൂർ ആനക്കോട്ടയിൽ മറ്റേ ഫിറ്റിംഗ് കൊമ്പുള്ള മോഴാന ബാലകൃഷ്ണൻ. ഫിറ്റിംഗ് കൊമ്പുള്ള ആകെ ഒരുത്തനെ ഉള്ളൂ, അത് ഇവനാണ് ഗുരുവായൂരിൽ. യെസ്, ആദ്യമായിട്ട് കിട്ടിയത് ഇവനാ, ബാലകൃഷ്ണൻ. ഓ മോനെ, കൊമ്പ വെച്ചപ്പോൾ അവൻ്റെ മൊത്തത്തിൽ മാറും. രൂപം അങ്ങോട്ട് മാറിയില്ലേ. ഒരെണ്ണം ഫിക്സാക്കി, ഞാൻ അപ്പുറത്ത് ഫിക്സാക്കി കൊണ്ടിരിക്കുക. ആള് മാറി ഗൈസ്, നേരത്തെ കണ്ട ആളേ ഇല്ല. രണ്ടെണ്ണം ഫിക്സാക്കിയപ്പോൾ ഒരു രൂപം മാറി. ദേഹം കറുപ്പായതുകൊണ്ട് എനിക്ക് ചൂട് കൂടുതലായിരുന്നു. അതെ അതെ. അപ്പോൾ അവർക്ക് എത്ര വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പം കഴിയല്ലോ. അതെ, ആ ഭാഗത്തൊക്കെ ഉണക്കി. മഴയത്ത് ഉണങ്ങി വേണ്ട ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ ഉണങ്ങി. ആഹാ, ഇനിയിപ്പോൾ കുറി തൊടുക, കുറി തൊടാണ്. നല്ല ഗുരുവായൂർ ചന്ദനം വെച്ച് കുറിയടി. യെസ്, ചോക്ക് പോലെ ആക്കി വെച്ചേക്കെ. അതെ, കട്ടിയാക്കിയിട്ട് അല്ലേ. അമ്പോ, ഇത് ഉണങ്ങി കഴിഞ്ഞ ഒരു ഭംഗിയുണ്ട്. ആഹാ, മുടുക്കനായി. ചെവിയിലുണ്ട്, നെറ്റിയിൽ തൊടും, രണ്ട് ചെവിയിലും. ഇന്ദ്രസൻ ഇത്, അത് വിഷ്ണു. അപ്പോൾ ഒരു വിഷ്ണുവിനെ നമ്മൾ ആദ്യം കണ്ടുല്ലോ. അത് ജൂനിയർ. ഇത് വലിയ വിഷ്ണു. ഇത് വലിയ വിഷ്ണു, അത് ചെറിയ വിഷ്ണു. ഇത് ജൂനിയർ വിഷ്ണു. എല്ലാവരും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആനക്കോട്ടയൊക്കെ കണ്ട് നേരെ ഗുരുവായൂരൊക്കെ പോയി ഒന്ന് തൊഴുത് പോണ വഴിക്ക് ഒരു മസാല ദോശയൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോയി. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാനായിട്ട് നേരെ ചാനലിലേക്ക് വിട്ടോ. until next time, ta-ta and bye-bye.